ഹലോ ഡിയസ്, അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റിന് വേണ്ടിയിട്ടായിരിക്കും. +1 ഇംപ്രൂവ്മെന്റിന്റെ എക്സാം ഒക്ടോബറിൽ വരുമോ, അതുപോലെ തന്നെ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമോ? സോ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് എന്താണ് അതിനകത്ത് സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി അതിനകത്ത് എങ്ങനെയൊക്കെയാണ് ഇപ്പം അതിനകത്ത് നമ്മളത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ടവരുമായി കോൺടാക്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ അവരിൽ നിന്ന് ലഭിച്ച ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. സോ അപ്പൊ അതിന്റെ ലോജിക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനകത്ത് പറഞ്ഞിരുന്നു. അതിന്റെ ലോജിക്ക് എന്താണെന്ന്. കാരണം ഇങ്ങനെ ആക്കുന്നത് തന്നെ +1 ഇംപ്രൂവ്മെന്റ് കുറച്ച് നേരത്തെ ആക്കുന്നതും അത് കുട്ടികൾക്ക് പഠിക്കാൻ, സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം രണ്ടു കൂടി ഒരുമിച്ച് വരുമ്പം ഒരുപാട് പേര് ഫെയിൽ ആവുന്നു. നേരെ തിരിച്ചത് ആദ്യം വരുമ്പോൾ നന്നായിട്ട് പഠിച്ച് ഫോക്കസ് ചെയ്തിട്ട് +1 മാർക്ക് അനുസരിച്ച് ഇനി എന്ത് ചെയ്യാം, +2 പ്ലാൻ ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു തീരുമാനം, ഒരുപാട് പേരുടെ ഒരു വർഷം രക്ഷിച്ചെടുക്കുന്ന ഒരു തീരുമാനം. അപ്പൊ ശരിക്കും ഒരു ഇത്തരത്തിലുള്ള ഗുണകരമായ ഒരു തീരുമാനം. എങ്ങനെ സ്റ്റുഡൻസിന് മാത്രം ആ ഗുണം ലഭിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവരെ വീണ്ടും പഴയ ആ ഒരു കഷ്ടപ്പാടിലേക്ക് തള്ളിവിടുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? സോ നമ്മൾ ആലോചിക്കുമ്പോൾ യാതൊരു ലോജിക്കും അതിനകത്തില്ല എന്നതിന്റെ ലോജിക്കുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇനി അതിന്റെ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. ലോജിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് അതാണ്. അപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് അവർ തലപ്പത്തിരിക്കുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ചിന്താശേഷിയുള്ള ആളുകൾ തന്നെയാണ്. സോ അതുകൊണ്ട് അവരെന്തായാലും അത്തരത്തിലൊരു ഇങ്ങനെ രണ്ടുകൂടി ഒരുമിച്ച് നിങ്ങൾ എഴുതണം എന്ന് പറയുന്ന ഒരു മണ്ടൻ തീരുമാനത്തിലേക്ക് അവർ പോകില്ല എന്ന് തന്നെയാണ് ഞാൻ 100% അതിനകത്ത് വിശ്വസിക്കുന്നത്. ഒക്ടോബറിൽ വരികയാണെങ്കിൽ നിങ്ങൾക്കും അത് എഴുതാൻ പറ്റുമെന്ന് തന്നെയാണ് 100% ഞാൻ അതിനകത്ത് വിശ്വസിക്കുന്നത്. കാരണം അതിനെ ലോജിക്കുള്ളൂ. അപ്പോൾ അത് ഇനി അതിന്റെ പിന്നെ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബാച്ചസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ +1 ഇംപ്രൂവ്മെന്റ് അതിനകത്ത് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ബാച്ചിൽ ജോയിൻ ആകണം, നമ്മുടെ ക്ലാസ് എങ്ങനെയായിരിക്കും, ക്ലാസ്സിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ യൂസ്ഫുൾ ആകുമോ എന്നൊക്കെ അറിയാൻ, നിങ്ങൾക്ക് അത് ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം എന്നുള്ളവർ ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ഈ ഐ ബട്ടണിൽ ഇപ്പം ഒരു വീഡിയോ വരും, അതങ്ങോട്ട് കണ്ടാൽ മതി. കാരണം അഡ്ഡപടലം ഫെയിൽ ആയവരെ വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 5 മാർക്ക് 6 മാർക്ക് അങ്ങനെ വളരെ കുറഞ്ഞ മാർക്കിൽ നിന്നും ഡബിൾ പാസ് റേഞ്ചിലും അതിനപ്പുറവും ഒക്കെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റുഡൻസിനെ അവരെ ലെവലിൽ നിന്ന് ക്ലാസ് എടുക്കുന്ന രീതിയിലാണ്. നിങ്ങൾ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തോളൂ. എന്നിട്ട് ക്ലാസ് കൊള്ളാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും, ജയിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ആകാം. മനസ്സിലായില്ലേ? അല്ലാണ്ട് എവിടെയെങ്കിലും ജോയിൻ ആയിട്ട് പോയി പെട്ടുപോകരുത്. എവിടെയും നിങ്ങൾക്ക് ജോയിൻ ആകാം, പക്ഷേ നിങ്ങൾ അവിടുത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ മാത്രമല്ല, നിങ്ങളുടെ സമയവും നിങ്ങളുടെ ആ ഒരു മാർക്കും നിങ്ങളുടെ ആ ഒരു വർഷവും ഒരുപാട് കാര്യങ്ങളാണ്, നിങ്ങളുടെ പ്രൊഫൈൽ തന്നെയാണ് നഷ്ടപ്പെടുന്നത്. കാരണം +2 പാസ്സാവുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. കാരണം ഒരുപാട് ഇനി കോഴ്സുകളിലോട്ട് ഡിഗ്രി എടുക്കാനും മറ്റു കോഴ്സുകളിലോട്ടും ജോലിയുമായി ബന്ധപ്പെട്ടും ഒക്കെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടും ഒക്കെ +2 ആവശ്യമാണ് എന്നുള്ളതാണ്. സോ അപ്പൊ ബാച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി അതിനകത്ത് ഇംപ്രൂവ്മെന്റ് ഒക്ടോബറിൽ വരുമെന്ന് തന്നെയാണ് ഇതിനകത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട് ബാച്ചസ് നമ്മൾ ഓൾറെഡി അതിനകത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് പേര് ജോയിൻ ആയി. നിങ്ങൾക്ക് ഇനി ജോയിൻ ആകാൻ ഇനിയും അവസരമുണ്ട്. ക്ലാസ് കാര്യങ്ങളൊന്നും മിസ്സാവില്ല. നമ്മളെല്ലാം ലൈവ് ക്ലാസ്സുകളാണ്, അല്ലാണ്ട് കുറെ റെക്കോർഡഡ് ക്ലാസ്സസ് വിട്ടുതരികയോ PDF വിട്ടുതരികയോ അങ്ങനെയൊന്നുമല്ല. ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ആപ്പിൽ അത് ലൈവ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കിയിട്ട് ക്ലാസ്സിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ വളരെ ഓഫ്ലൈൻ ക്ലാസ് പോലെ തന്നെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ലെവലിലുള്ള ഒരു ക്ലാസ് തന്നെയാണ്. പിന്നെ അതിനകത്ത് ആ ലൈവ് പിന്നീട് അതിനകത്ത് റെക്കോർഡായിട്ട് വരും. ഇപ്പൊ ഏത് സമയത്തിരുന്ന് നിങ്ങൾക്ക് വീണ്ടും അത് കാണാനും അതുപോലെ അതിന്റെ PDF നോട്ട്സ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമാണ്. അപ്പൊ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. 7736707045. മാത്രമല്ല അഡ്ഡപടലം ഫെയിൽ ആയവരെ നമ്മളെ റിസൾട്ടുകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, ഐ ബട്ടണിൽ കാണുന്ന നേരത്തെ പറഞ്ഞ വീഡിയോയിൽ. ഓക്കെ, അപ്പം ഇതിൽ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം അറിയാം. ഇനി ഞാൻ അതിന്റെ അപ്ഡേറ്റ് കാര്യങ്ങളിലോട്ട് പോകുമ്പം അതിനകത്ത് നമുക്കറിയാൻ സാധിച്ച അപ്ഡേറ്റ് എന്ന് പറയുന്നത്, അതിപ്പം റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ഒക്ടോബർ 15, അതായത് പകുതി കഴിഞ്ഞിട്ട് നടക്കും എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് അതിനകത്ത് കാര്യങ്ങൾ പോകുന്നത്. ഇനിയിപ്പം മന്ത്രി അതിനകത്ത് ചർച്ചകൾ നടന്ന് വകുപ്പ് തലത്തിൽ അതിനകത്ത് മന്ത്രിതല ചർച്ചകൾ, വകുപ്പ് തല ചർച്ചകളൊക്കെ നടന്ന് ഫൈനലൈസ് ചെയ്യപ്പെടും എന്നാണ്, നമ്മൾ ചെയ്യുമെന്നാണ് അവർ ഫൈനലൈസ് ചെയ്യുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ സാധ്യതകൾ കൂടുതലും അതിനകത്ത് എന്താണ്, ഒക്ടോബറിൽ ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ഇപ്പം കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനി ഫൈനൽ അതിനകത്ത് അപ്ഡേറ്റ്, അതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമെന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് അറിയിക്കാം. എന്തായാലും ഉടനെ തന്നെ അത് അറിയുമെന്നാണ്. കാരണം ഇത്രയും ലക്ഷക്കണക്കിന് സ്റ്റുഡൻസിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പം നിങ്ങളും വിദ്യാഭ്യാസ മന്ത്രിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും നിങ്ങൾ അതിനകത്ത് ചെയ്യുക. അവരുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിന്റെ സാധ്യതകൾ എന്നൊക്കെ പാരന്റ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് പാരന്റ്സ് ചെന്ന് മന്ത്രിയെ കണ്ടോ അല്ലെങ്കിൽ മന്ത്രിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സമർപ്പിച്ചോ ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ അഭിപ്രായവും അതിനകത്ത് രേഖപ്പെടുത്താവുന്നതാണ്. എന്തായാലും ഇതിനകത്ത് ഈ ഒരു ഒക്ടോബറിൽ തന്നെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അതൊക്കെയാണ്. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.